നിനക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് മനസ്സിലാകുന്നേ ഇല്ലെന്നാണോ? എന്താ ആപത്താണ് അമ്മേ? നീ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ പാർവതി? നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാവി എന്താകും? ഒരു പക്ഷി പോലെ സ്വന്തം കുഞ്ഞിന് സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കുന്നു. തന്റെ കുഞ്ഞിന്റെ വരവിന് മുൻപായി അതിന്റെ സുരക്ഷയ്ക്കായി ആ പക്ഷി സ്വയം ഒരു കൂട് നിർമ്മിച്ച് ഒരുക്കി വെക്കുന്നു. നീ എന്താണ് ചെയ്യുക നാളെ നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ? ഈ സത്യം നീ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് പാർവതി? ഒരു നവജാത ശിശുവിനെ എങ്ങനെയാണ് ഇവിടെ പാർപ്പിക്കുക? ശിവൻ അജന്മിയാണ്. ജന്മം മരണത്തിന് അതീതമാണ്. അദ്ദേഹത്തിന് ജന്മമേ ഉണ്ടായിട്ടില്ല. ജന്മമെടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ് മാതൃത്വം എന്നാൽ എന്താണെന്ന്, ഗ്രഹസ്ഥിതി എന്താണെന്ന്? പാർവതി, നീ ഒരു സത്യം മനസ്സിലാക്കൂ. ശിവൻ ഒരിക്കലും മാതാവിന്റെ ഗർഭത്തിൽ കഴിഞ്ഞിട്ടില്ല. മാതൃത്വത്തിന്റെ സുഖവും അനുഭവിച്ചിട്ടില്ല. മാതൃത്വത്തിന്റെ മൂല്യം അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലാകില്ല പാർവതി. പ്രഭു പ്രസാദം. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഉമാപതി മഹാദേവൻ വിജയിക്കട്ടെ. മഹാദേവ പ്രണാമം. നാരദ മഹർഷി അങ്ങോ ഇങ്ങനെയൊരു പുതിയ രൂപത്തിൽ തീർത്ഥാടനം ഉപേക്ഷിച്ച് ഭിക്ഷാടനം ആരംഭിച്ചിരിക്കുകയാണോ അങ്ങ്? അതെ ഋഷിഭൃംഗി, ഈ ഭിക്ഷാപാത്രവുമായി മഹാദേവന്റെ അടുത്ത് ശരണവും അഭയവും ഭിക്ഷയായി യാചിക്കാൻ വന്നതാണ്. പക്ഷെ അങ്ങയുടെ ആശ്രയം എപ്പോഴും നാരായണനല്ലേ? ആയിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. ഞാൻ നാരായണനെ ഉപേക്ഷിച്ചു. എന്നേക്കുമായി തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ മഹാദേവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചത് ദേവർഷി? അപമാനം. എനിക്ക് അപമാനം ഉണ്ടായിരിക്കുന്നു. എന്നെ പോലെ ഒരു പരമഭക്തനെ അപമാനിച്ചിരിക്കുന്നു നാരായണൻ. അപമാനിക്കുന്നത് അഭിമാനികളല്ലേ നാരദ? നാരായണൻ അനുരാഗിയാണ്. അങ്ങനെയായിരുന്നു പ്രഭു. ഇപ്പോൾ ആ സ്വഭാവം മാറിയിരിക്കുന്നു. ഒരു ദിവസം മുൻപ് പ്രഭുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ പട്ടിക തയ്യാറാക്കുകയായിരുന്നു. ആ പട്ടികയിൽ ഞാൻ എന്റെ പേര് ആദ്യം എഴുതാൻ തുടങ്ങിയപ്പോൾ നാരായണൻ അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ സ്ഥാനത്ത് എന്റെ പേര് എഴുതുന്നതിന് മുൻപ് എനിക്കൊരു പരീക്ഷണം നേരിടാനുണ്ടെന്ന്. ആ പരീക്ഷണത്തിനായി എന്റെ കയ്യിൽ നിറയെ എണ്ണയുള്ള ഒരു പാത്രം തന്നിട്ട് എന്നെ അദ്ദേഹം ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് ഉത്തരവും നൽകി. എണ്ണപാത്രവും പേറി ഞാൻ ഒരു ഗ്രാമത്തെ 3 തവണ വലം വയ്ക്കണമെന്ന്. പക്ഷെ പരീക്ഷണം ഇതാണ്, പാത്രത്തിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് വീഴാൻ പാടില്ലെന്ന്. ഗ്രാമത്തിന് ചുറ്റുമുള്ള 3ാമത്തെയും അവസാനത്തെയുമായ വലം വയ്ക്കലാണിത്. ഞാൻ പരീക്ഷണത്തെ വിജയിക്കാൻ പോവുകയാണ്. ഞാൻ പരീക്ഷണത്തിൽ വിജയിച്ച ശേഷം അതറിയിക്കാൻ നാരായണന്റെ അടുത്ത് ചെന്നു. പ്രഭു, ഞാൻ വലം വയ്ക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഒരു തുള്ളി എണ്ണ പോലും താഴെ വീണിട്ടില്ല. ഇപ്പോഴങ്ങ് പ്രഖ്യാപിച്ചാലും പ്രഭു, ഈ പ്രപഞ്ചത്തോട് പറഞ്ഞാലും അങ്ങ് ഇവിടെ സർവശ്രേഷ്ഠനായ ഭക്തൻ
ഞാനാണെന്ന്. അങ്ങ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നതിൽ സംശയമില്ല. എന്നാൽ അങ്ങ് വലം വയ്ക്കൽ പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഒരു തവണ പോലും അങ്ങ് നമ്മെ സ്മരിച്ചില്ല. എന്താ ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അങ്ങ് ഗ്രാമം വലം വയ്ക്കുന്ന സമയത്ത് അങ്ങയുടെ ശ്രദ്ധ മുഴുവൻ കയ്യിലിരിക്കുന്ന എണ്ണപ്പാത്രത്തിലായിരുന്നു. അങ്ങ് എന്റെ നാമം മറന്നു. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞാലേ പ്രഭു. കയ്യിൽ ഈ എണ്ണപാത്രവും പിടിച്ചുകൊണ്ട് ഗ്രാമം വലം വയ്ക്കുന്ന സമയത്ത് നാരായണനെ ധ്യാനിക്കുകയാണെങ്കിൽ എന്റെ ശ്രദ്ധ മാറിപ്പോവുകയില്ലേ? ആ ശ്രദ്ധ കൊണ്ട് എന്നെ താഴെ വീണു പോവുകയില്ലേ? നാരായണനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ദേവർഷി നാരദ, ഒരു വ്യക്തി ഗൃഹസ്ഥനായിരിക്കുമ്പോൾ സ്വന്തം കടമ ചെയ്യുന്നതിനിടയിലും നമ്മെ ഓർമ്മിക്കുന്നുവെങ്കിൽ അയാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സർവശ്രേഷ്ഠനായ ഭക്തൻ. സന്യാസിയാകുക എന്നത് ശ്രേഷ്ഠം തന്നെയാണ്. എന്നാൽ ഗൃഹസ്ഥനാവുക അതിലും ശ്രേഷ്ഠമാണ്. നാമം ഗൃഹസ്ഥനാണ് ദേവർഷേ. നമ്മുടെ വിവാഹവും കഴിഞ്ഞതാണ്. നമുക്കും കുടുംബമുണ്ട്. എന്നാൽ കൈലാസത്തിന്റെ സ്ഥായി ഭാവം അത് മാത്രമല്ലല്ലോ പ്രഭു, സന്യാസത്തിന്റേതുമല്ലേ? ഇപ്പോൾ മാതാവ് പാർവതിയും അങ്ങയുടെ സ്വഭാവത്തിനനുസൃതമായി ദേവി അന്നപൂർണയുടെ രൂപത്തിൽ അങ്ങയോടൊപ്പം ഇവിടെ തന്നെയുണ്ട്. പ്രഭു, ഇവിടെ കുടുംബമുണ്ട്, പക്ഷേ ഗൃഹസ്ഥിതി ഇല്ലല്ലോ. കൈലാസത്തിൽ കുടുംബം മാത്രമേ ഉള്ളൂ, ഗൃഹസ്ഥിതിയില്ല. പിന്നെ വൈവാഹിക ജീവിതത്തിന്റെ അർത്ഥം രണ്ട് വ്യക്തികളുടെ കുടുംബമെന്നല്ല. സമ്പൂർണമായ കുടുംബമാണ് വൈവാഹിക ജീവിതത്തിന്റെ പൂർണ്ണത. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായി. എനിക്കിത്രയും മതി. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഇതുമാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കൈലാസത്തിൽ നിനക്കൊരു ഭവനമുണ്ടാകണം. അവിടെ നീ നിന്റെ കുടുംബ ജീവിതത്തിന് പൂർണ്ണത നൽകണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സുരക്ഷയുള്ള ഒരു ഭവനം. ഭവനം എന്നത് കാരാഗൃഹമാണ് പ്രഭു. ഇവിടെ കൈലാസത്തിലുള്ള അത്രയും മുക്തിയും ആനന്ദവും മറ്റെവിടെ കിട്ടാനാണ്? കൈലാസത്തിന് പകരം വെക്കാൻ മറ്റൊന്നും തന്നെയില്ല. ഇവിടെ ഗൃഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും വ്യർത്ഥമാണ്. എനിക്കിതേക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നുള്ളൂ, അത് പൂർണ്ണമായി. നാരദ, നാം ആരെയും ഇവിടേക്ക് ക്ഷണിക്കാറുമില്ല, ആരെയും ബഹിഷ്കരിക്കാറുമില്ല. കൈലാസത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഗുരുമാതാവേ, ഗുരുമാതാവേ. എന്താ? ചൈതൻ ജലം കൊണ്ടുവന്ന് ക്ഷീണിച്ച് ബോധം കെട്ട് വീണ ഗുരുമാതാവേ. എവിടെ? കവാടത്തിന്റെ മുന്നിൽ. പുത്ര, നിൽക്കൂ.
അമ്മേ, സ്പർശിക്കുക പോലും ചെയ്യരുത് നമ്മുടെ പുത്രനെ. എന്താ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ട് ഉണ്ടമ്മേ. ആചാര്യ അനസൂയെ, മാതാവാകുന്നതിന്, ഒരു കുട്ടിയുടെ മനസ്സറിയുന്നതിന് തന്റെ കുഞ്ഞിനെ 9 മാസക്കാലം സ്വന്തം ഗർഭപാത്രത്തിൽ ചുമക്കേണ്ടതാണ്. പക്ഷെ ഗർഭിണിയാകാൻ സാധിക്കാത്തവൾക്ക് എങ്ങനെയാണ് മാതൃത്വത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്? ഒരു മാതാവെന്നാൽ സ്വന്തം മകന്റെ വലിയ തെറ്റുകൾ പോലും ക്ഷമിക്കാൻ കഴിയുന്നവളാണ്. എന്നാൽ ഇവിടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയാണ്. എന്ത് വിരോധാഭാസമാണിത്? ഒരമ്മയാകാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത ഒരുവളാണ് ഇന്ന് ഈ ഗുരുകുലത്തിലെ ശിഷ്യന്മാരുടെ വിധി നിർണയിക്കുന്നതിനായി ഇരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. നിങ്ങൾ ഇതിനുള്ള മറുപടി മഹാസഭയിൽ നൽകേണ്ടതായി വരുന്നതാണ്. വേഗം കൊണ്ടുവരൂ, പ്രഭു ഇപ്പോൾ വരും. വേഗം തയ്യാറാക്കൂ. ഇപ്പോൾ ആരംഭിക്കും ചൂതുകളി, മാതാവും പ്രഭുവും തമ്മിൽ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഞാൻ അങ്ങയോട് ഒരു കാര്യം അപേക്ഷിക്കാനായിട്ട് വന്നതാണ്. പറഞ്ഞാലും മാതാവേ. അങ്ങ് എല്ലാം നൽകുന്നവനാണ്, സമ്പൂർണ്ണ വിശ്വത്തിനും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അങ്ങയോട് ചിലത് ആവശ്യപ്പെടാൻ വന്നതാണ്. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ചു തരുമോ? ഞാനും അവിടുത്തെ പുത്രന്റെ സ്ഥാനത്ത് തന്നെയാണ്. ഉത്തരവ് നൽകിയാലോ? ഉത്തരവ് നൽകേണ്ടത് അങ്ങാണ്. അങ്ങയുടെ ഉത്തരവ് കൂടാതെ എന്റെ പുത്രിയുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതല്ല. കൈലാസത്തിൽ ഭവനം നിർമ്മിക്കാനുള്ള അനുമതി അങ്ങ് നൽകിയാലും കേവലം ഒരു ഭവനം, അതിൽ എന്റെ പുത്രിക്ക് കുടുംബത്തോടൊപ്പം സുഖമായിട്ട് കഴിയണം. ഗ്രഹസ്ഥിതിയിൽ നിന്നും രക്ഷ നേടാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാൽ ആ ആപത്ത് ഇവിടെയും എത്തിയിരിക്കുന്നു. എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. അങ്ങ് പറഞ്ഞാലും അങ്ങയുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. മാതാവ് മേനാദേവി, അവിടത്തേക്ക് ചൂതുകളി അറിയാമോ? ദേവർഷി, അങ്ങേപ്പോലൊരു ദേവർഷി ഗൃഹസ്ഥിതിയിൽ ജീവിക്കുന്ന അഭിമാനിയായൊരു സ്ത്രീയോട് ചൂതുകളെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് കൈലാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് മാതാവ് മേനാദേവി. ഇവിടെ വലിയ വലിയ കാര്യങ്ങളുടെ തീരുമാനം ചൂതുകളിയിലൂടെയാണ് നടക്കുന്നത്. അവിടത്തേക്ക് മഹാദേവനിൽ നിന്നും കൈലാസത്തിൽ ഭവനം നിർമ്മിക്കാൻ അനുവാദം ആവശ്യമാണെങ്കിൽ അതിനൊരു ലളിതമായ ഉപായമുണ്ട്. അവിടുന്ന് മഹാദേവനെ ചൂതുകളിയിൽ പരാജയപ്പെടുത്തണം. അപ്പോൾ മഹാദേവൻ കൈലാസത്തിൽ ഭവനം നിർമ്മിക്കുക എന്ന അവിടുത്തെ ആഗ്രഹം സ്വയം പൂർത്തിയാക്കുന്നതാണ്. അങ്ങനെയല്ലേ മഹാദേവ? അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ ഞാൻ ഈ കളിയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്.
പ്രഭു, മാതാവ് മേനാദേവി ചൂത് കളിക്കാൻ തയ്യാറാണ്. അനുവാദം നൽകിക്കൊണ്ട് ദേവിയുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷയും രണ്ടും പൂർത്തിയാക്കിയാലും. അങ്ങ് അനുവാദം നൽകിയാലും, അല്ലെങ്കിൽ അങ്ങയുടെ മൗനത്തെ ഇവരെല്ലാവരും പരാജയത്തോടുള്ള ഭയമായി കണക്കാക്കും. ഭയം ദുർബലതയാണ് അലട്ടുക മേനാദേവി. അങ്ങ് അനുവാദം നൽകിയാലും പ്രഭു. അതേ പ്രഭു, അനുമതി നൽകിയാലും. നാളെ പ്രഭാതത്തിലാകാം. ഉമാപതി മഹാദേവ ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ. അങ്ങ് ചൂത് കളിക്കാനുള്ള അനുവാദം നൽകിയോ? നൽകിയില്ലെങ്കിൽ അത് മാതാവിന്റെ ആഗ്രഹത്തെ അപമാനിക്കലാകും. അപ്പോൾ അങ്ങ് അമ്മയുടെ ആഗ്രഹം മാനിച്ച് കൈലാസത്തിൽ ഭവനം നിർമ്മിക്കുന്നതിന് അനുമതി നൽകുമെന്നാണോ? ഞാൻ ചൂത് കളിക്കാനാണ് അനുമതി നൽകിയത് പാർവതി, ഭവനം നിർമ്മിക്കാനല്ല. ശരി, കൈലാസത്തിൽ ഭവന നിർമ്മാണം നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, അങ്ങ് എന്തിനാണ് എന്റെ അമ്മയോടൊപ്പം ചൂത് കളിക്കാമെന്ന് സമ്മതിച്ചത്? ഞാൻ ഈ കളിയിൽ എന്റെ മാതാവിന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ. ചൂത് കളിയിൽ അങ്ങ് അമ്മയെ തോൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല, അത് നിശ്ചയമാണ്. ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ. തുടങ്ങിയാലും പ്രഭു, ചൂതുകളി ആരംഭിച്ചാലും. കളി ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ കളിയുടെ നിയമങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കളിയുടെ നിയമമനുസരിച്ച് ഞാൻ ജയിച്ചാൽ എന്റെ ആഗ്രഹപ്രകാരം അങ്ങ് ഈ കൈലാസത്തിൽ ഒരു ഭവനം നിർമ്മിക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും ഈ നിബന്ധനയ്ക്ക് സാക്ഷികളാണ്. ഭവനം നിർമ്മിക്കുക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് മേനാദേവി. കൈലാസം മുഴുവൻ ഭവനം നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ശിവ 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 പ്രഭു. ഇതെന്റെ ആഗ്രഹവും സ്വപ്നവുമാണ്. ഈ കൈലാസത്തിൽ ഒരു ഭവനം നിർമ്മിക്കണം. അത് പ്രപഞ്ചത്തിൽ കൈലാസ ഭവനം എന്ന പേരിൽ അറിയപ്പെടണം. മാതാശ്രീ, കൈലാസം കേവലം എന്റേത് മാത്രമല്ല, അസംഖ്യം ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും സാധു സന്യാസിമാരുടെയും തപോഭൂമി കൂടിയാണ്. എന്റെ സന്തോഷം അവരുടെ ദുഃഖത്തിന് കാരണമാകാൻ പാടില്ല. എനിക്കത് സ്വീകാര്യമല്ല. ഇത് അനുചിതമാണമ്മേ. പാർവതി, ഹിമാലയം വിശാലവും വിസ്തൃതവുമാണ്. തപസ് ചെയ്യാൻ ഈ സ്ഥലം മാത്രമല്ല ഉള്ളത്. തപസ് ചെയ്യേണ്ടവർ മറ്റൊരു സ്ഥലം കണ്ടെത്തട്ടെ. മാതാവ് മേനാദേവി, ഇപ്പോൾ അവിടുത്തെ ഉത്തരവുണ്ടെങ്കിൽ കളി ആരംഭിക്കാവുന്നതാണ്. ഈ കളി ആരംഭിക്കുവാനുള്ള അനുവാദം മഹാദേവനിൽ നിക്ഷിപ്തമാണ്. खेल खेल में नियति जो बदले, शिव शंभु अब खेलो खेले. हर हर